ഹായ് ഫ്രണ്ട്സ്, ലേഖ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് തൃപ്പൂണിത്തുറയുള്ള മനക്കപ്പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ മനക്കപ്പടി പാലത്തിൻ്റെ ആ ഭാഗത്താണ്. ഇതുപോലെ വൈകുന്നേരത്തെ ആവുമ്പോൾ ഞായറാഴ്ച ദിവസം ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അവിടെ ആ ഏരിയയിൽ അവിടെ വന്ന് ഒന്ന് നടക്കാനും കുറച്ച് കാറ്റുകൊള്ളാനും അവിടെ കൊച്ചു ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സംസാരിച്ച് ചെയ്യാം, റീൽസ് ചെയ്യാം, കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നോ കേട്ടോ, തൃപ്പൂണിത്തുറ മരിക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളിത് ബോട്ട് എന്ന് പറഞ്ഞാൽ ബോട്ടിന് 4 പേർക്ക് 100 രൂപയാണ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ പോയത് തന്നെ. അപ്പോൾ അവിടെ ഇരിക്കുന്ന 2 ചേട്ടന്മാരോടത്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ സബ്സ്ക്രൈബ് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ബോട്ട് ചെയ്യാൻ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഓക്കെ ചെയ്യാം, പക്ഷേ അപ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ കാശ് ഒരു കമ്മിയാണ്. അപ്പോൾ അവിടെ ബജ്ജി കഴിക്കാനുള്ള കാശ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെടുത്തോളാന്ന് പറഞ്ഞു കാശ്. അപ്പോൾ ആ ചേട്ടന്മാർ കാശ് എടുത്തു. പറഞ്ഞു വെച്ചാൽ 100 രൂപയാണോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി. ചേട്ടന്മാരുടെ പേരെന്ന് വെച്ചാൽ ഒരാളുടെ വിഷ്ണു, ഒരാളുടെ ആദർശ്. ബാക്കിലിരിക്കുന്ന ആളാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടന്മാർ ചേട്ടൻ വീഡിയോ ഫോട്ടോസ് എടുക്കാൻ അത്ര പരിചയമില്ല പുള്ളിക്കാരന്. അപ്പോൾ ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. വിഷ്ണു ചേട്ടൻ അവിടെ വണ്ടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. ഞാനവിടെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ അവിടെ സൈക്കിൾ ഓടിക്കണ പോലെ വണ്ടി ഉന്തിക്കൊണ്ട് പോവായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓടിക്കുമ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടണ വിധത്തിൽ ചിരിഞ്ഞ് അങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓടിക്കാൻ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ നേരെയായി കേട്ടോ, ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നേരെ ആവും. അപ്പം അങ്ങനെ നേരെയായി. അപ്പോൾ ബാക്കിലിരിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇവർക്കൊന്നും ഓടിക്കാൻ അറിയില്ല എന്നാണ് പുള്ളി അവിടെ നിന്ന് കമൻ്റ് അടിയായിരിക്കുന്നത് അവിടെ നിന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് ഓടിച്ച് അപ്പോൾ വിഷ്ണു ചേട്ടൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എവിടെയാ വീട്, എന്ത് ചെയ്യുന്നു, അപ്പോൾ ജോലി ചെയ്യുകയാണോ വർക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ ആൻസർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, കുറച്ച് ദൂരം അങ്ങനെ പോയി തെങ്ങിൻ്റെ അവിടെ തെങ്ങി കഴിഞ്ഞിട്ട് പോണ്ടെന്ന് അങ്ങനെ എന്തോ അവിടെ നിന്ന് എന്തോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അധികം മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോയി. തെങ്ങ് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു തെങ്ങിൻ്റെ ഒരു 5 നടു സെൻറ്റർ അവിടെ എത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യം പിടികിട്ടി. ഇനി പോയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ വെള്ളം കൂടി വരുന്നുണ്ട് അത്യാവശ്യം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ ചവിട്ടി, ചേട്ടൻ ചവിട്ടാണ്ടിരുന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഗിയറിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഫസ്റ്റ് അത് അങ്ങോട്ട് ചിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നിന്ന് നേരെ ആവണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പോയപ്പോൾ എന്താ അടിപൊളി, എന്താ ഭംഗിയല്ലേ. അത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി രസം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ്റെ ഒപ്പം പോയേ. പക്ഷേ നല്ല ഹാപ്പി ആയിരുന്നു. ഒരു പേടിക്കാറില്ല, അവരും എൻജോയ്, ഞാനും എൻജോയ്, മൊത്തം എൻജോയ്. ചിരിച്ച് ഓരോരോ കോമഡി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രസം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ അതേ നേരെ അങ്ങോട്ടേക്ക് അങ്ങറ്റം വരെ പോയില്ല. ഞങ്ങൾ നേരെ ഒന്ന് റിവേഴ്സ് ചെയ്തായിരുന്നു, കണ്ടോ. അപ്പോൾ റിവേഴ്സ് ചെയ്ത് തെങ്ങ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വേഗം റിവേഴ്സ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല ആഴമുണ്ട്, ആ നടു സെൻറ്ററിൽ ഭയങ്കര ആഴമുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചവിട്ടി അങ്ങനെ പോവാണ്. പിന്നെ കാലുവേദന, നിങ്ങൾ വിചാരിക്കും കാലുവേദന ഉണ്ടാവുമെന്ന്. കാലുവേദന അത്യാവശ്യം ഉണ്ടായിരുന്നു, സത്യം പറയാലോ. കാലുവേദന അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ ചേട്ടനോക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ഹാപ്പിയായി. വിഷ്ണു ചേട്ടൻ അവിടെ നിന്ന് ഓടിക്കുന്നു, ഞാൻ ഓടിക്കുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് നല്ല അത്യപ്പം മഴക്കാറുണ്ട്. ആ ഒരു വിധത്തിലായിരുന്നു നമ്മുടെ പൊക്കത്തിലേക്ക് ആകാശ ഭംഗി ഒന്ന് ഇരിക്കുന്നത് തന്നെ. മഴ പെയ്യില്ല, എന്നാൽ നല്ല തണുത്ത കാറ്റുണ്ട്. അത്യാവശ്യം ഞങ്ങൾ ഓടിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി അവിടെ എത്തിയപ്പോൾ സ്പീഡ് കൂടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ പാലത്തിൻ്റെ ഇടയിൽ പോകണ്ടേന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ വേറൊരു ടീം അതിൻ്റെ ഇടയിൽ കൂടെ പോകണം കണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ച് ഇതേ പാലത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. എന്ത് രസമല്ലേ. അയ്യോ. അങ്ങനെ ഞങ്ങൾ ചോയ്സ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്, അതാണത്, ഫ്ലാറ്റ് പോലെ. അങ്ങനെ അതും കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ച് അറ്റം വരെ എത്തിട്ടോ. അതായത് അറ്റത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ബോട്ടും മാത്രമല്ല, അവിടെ വന്ന ഒരു ബോട്ടും 100 രൂപയാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ അത് നമുക്ക് പെട്രോൾ അടിച്ചാൽ പോകണം. പെട്രോൾ അടിച്ചിട്ടാണ് ബോട്ട് പോകുന്നത്. ഇത് നമ്മൾ അറിയാലോ, സൈക്കിളൊക്കെ ഓടിക്കണ പോലെയാണ് ചവിട്ടി പോവുക. ഞാനത് കുറച്ച് കാലൊന്ന് റിലാക്സ് ആക്കി ആ വിഷ്ണു ചേട്ടൻ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഓടിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് അങ്ങോട്ട് ചെയ്ത് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു ഞങ്ങൾ. കണ്ട, കാലൊക്കെ ഫ്രീ ആക്കി. അയ്യോ. പിന്നെ കാല് രണ്ടും ഫ്രീ ആക്കിയപ്പം പിന്നെ അവിടെ വിഷ്ണു ചേട്ടൻ്റെ കുറച്ച് കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാലൊക്കെ റെസ്റ്റ് ചെയ്തതാണ്, ഒന്നുമല്ല. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ വരുവാണ് പാലത്തിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ വന്ന് നേരെ ബോട്ടിൻ്റെ ആ വശത്തേക്ക് കയറാൻ പോവാണ്. അങ്ങനെ കയറി ഞാനൊരു ചിക്കൻ പബ്ജി കഴിച്ചിട്ട് വന്ന്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ആസ്വദിച്ച്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ലേഖ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ.